മൂഡ് ഔട്ട്സും ഉണ്ട്, മൂഡ് സ്വിങ്സും ഉണ്ട്. മൂഡ് ഔട്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മളൊന്ന് ഹാപ്പി ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആ സാഡ് ആയിരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് മാറും. പക്ഷേ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് എപ്പോൾ, എങ്ങനെ, എവിടെ, എന്തുകൊണ്ട് വരുന്നു എന്നൊരു ധാരണയില്ല. ഈ മൂഡ് സ്വിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂഡ് എന്താണെന്ന് ആൾക്ക് പോലും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. അതും മാസത്തിൽ 1-2 ദിവസമൊക്കെ ഇത് ഉണ്ടാവും. ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണോ ഇതെന്നറിയില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് സമാധാനിപ്പിക്കാൻ വന്നാൽ നമുക്ക് ദേഷ്യം വരും. ഇനി ദേഷ്യപ്പെട്ടിരിക്കുന്ന ആളുടെ അടുത്ത് സമാധാനിപ്പിക്കാൻ വന്നാൽ ചിലപ്പോൾ ചിരി വരും, ചിലപ്പോൾ കരയും. ഇങ്ങനെ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്തൊരു സാധനമാണ് ഈ മൂഡ് സ്വിങ്സ്. അപ്പം നമ്മുടെ മൂഡ് സ്വിങ്സ് മാറ്റാൻ എനിക്ക് മനസ്സിലായത് വേറെ ആരും വിചാരിച്ചാൽ നടക്കില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ അതാ നമുക്കങ്ങനെ വിചാരിക്കാനും പറ്റില്ല. ഒരു പ്രത്യേക ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യണ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫേക്കിംഗ് ഹാപ്പിനെസ്. ഫേക്കിംഗ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ സന്തോഷമുണ്ടെന്ന് അങ്ങ് അഭിനയിക്കുക, അങ്ങ് പൊട്ടിച്ചിരിക്കുക, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തമാശ പറയുക, ചുമ്മാ ചിരിക്കുക. അപ്പോൾ ഒരു കുറച്ച് വ്യത്യാസമൊക്കെ വരും. എൻ്റെ കാര്യത്തിൽ വരാറുണ്ട്, എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ട് വെച്ചിട്ട് അങ്ങ് തുള്ളി ചാടി മറഞ്ഞ് കളിക്കുക. ഡാൻസ് തന്നെ വേണമെന്നില്ല, കൈ കൊട്ടേ ചാടേ ചിരിക്കേ ഡാൻസ് കളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോഴും ഒരു ചെറിയ ആ ഒരു മൂഡ് സ്വിങ്ങിൻ്റെ ഒരു ഇതിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ മാറിക്കിട്ടാം. പിന്നെ ഞാൻ ചെയ്യാറുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഭക്ഷണം കഴിക്കുക. അതിൽ 2 എക്സ്ട്രീമുണ്ട്. ചിലപ്പോൾ ഭയങ്കര മധുരമുള്ള ചോക്ലേറ്റൊക്കെ ആയിരിക്കും കഴിക്കുക, ചിലപ്പോൾ നല്ല എരിവുള്ള ഭക്ഷണമായിരിക്കും കഴിക്കുക. അതായത് ബേസിക്കലി ശ്രദ്ധ തിരിച്ചു വിടുക കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ചിലപ്പോൾ ഈ അസുഖത്തിന് ഒരു ചെറിയ വ്യത്യാസം വരും. പിന്നെ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ദൈവത്തിന് പോലും അറിയത്തില്ല.